അങ്ങനെ കാത്തിരുന്ന അവസാനം കേരളത്തിൽ നിന്ന് അമേരിക്കയിലോട്ട് അയച്ച പെട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നാട്ടിൽ നിന്ന് എന്തായാലും പെട്ടി വന്നിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയാലോ. പെട്ടി വന്നിരിക്കുന്നത് യുണൈറ്റഡ് SR ലോജിസ്റ്റിക്കിൽ നിന്നാണ്. എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് പാക്ക് ചെയ്തിരിക്കണമെന്ന് നോക്കിയാലോ. പ്രവാസികൾക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ പെട്ടികൾ പൊട്ടിക്കുന്നതിൻ്റെ ആ ഒരു റിയൽ ഫീല് മനസ്സിലാവുള്ളൂ അല്ലേ. നമ്മൾ നാട്ടിലിരിക്കുമ്പോഴൊന്നും എനിക്കങ്ങനെ വലിയ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളോടോ അല്ലെങ്കിൽ ഒരു പെട്ടി തുറക്കുന്നതിനോടൊന്നും ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുറത്ത് ഇന്ന് പോയി തുടങ്ങിയോ അന്ന് മുതലാണ് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളിലോട് അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾക്കിങ്ങനെ ബോക്സായിട്ട് കിട്ടുന്നതിനോടൊരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്ന് എടുത്ത് നോക്കാം. നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. ഓരോ ഐറ്റംസും നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിത് തക്കാളി മുറിക്ക് ഇപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ഇതാണല്ലേ. നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ, പക്ഷെ ഇതിപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് എന്താ നോക്കാം. ഇതൊരു ഡ്രസ്സാണ് കേട്ടോ. അടുത്തത് ചക്ക വറുത്തത് വാങ്ങിയതുണ്ട്, അതുപോലെ ഉണ്ടാക്കിയതുണ്ട്. അതിപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ തുണിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഇത് ഒരു പെരി മസാല, കോക്കനട്ട് മിൽക്ക് സീഡ്. നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും ജാനൂട്ടിക്കുള്ള ഡ്രസ്സാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ ഇതെന്താ സാധനങ്ങൾ. നമ്മളിത് ടോട്ടൽ 16 കിലോ ആണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വെയിറ്റ് നോക്കിയിട്ട് അയക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് റേറ്റ് ഒക്കെ വരുന്നത്. ഞാൻ യുണൈറ്റഡ് SR ലോജിസ്റ്റിക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ US-ലുള്ളവർക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവുമല്ലോ നാട്ടിൽ നിന്നൊക്കെ ഓരോന്ന് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഏത് കൊറിയറിൽ കൊണ്ടുവരുമെന്ന് ഡൗട്ട് ഉള്ളവർക്ക് എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉരുളിയാണ്. ഇത് മീനച്ചാറും അതുപോലെ ഉപ്പിലിട്ടതാണ്. അത് നല്ല രീതിയിൽ പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയിട്ടില്ല. അത് നോക്കിയിട്ട് കണ്ടോ, ഇതിനകത്തൊരു പാക്കിങ്, അത് കഴിഞ്ഞിട്ട് ഇതിലൊരു പാക്കിങ്, അത് കഴിഞ്ഞിട്ട് വേറൊരു പാക്കിങ് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്താണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളിയിൽ. പിന്നെ അമൃതം പൊടി, അത് വിക്കിൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ പാഴ്സൽ ഉണ്ടെങ്കിൽ അമൃതം പൊടി നിർബന്ധം എന്ന് പറയണത് പോലെ എല്ലാ പാഴ്സലും ഉണ്ടാവും കേട്ടോ. ഇത് ചക്ക വറുത്തത് കേട്ടോ. നമ്മൾക്ക് നാട്ടിൽ നിന്ന് ചിറ്റ ഉണ്ടാക്കി കൊടുത്തയച്ച വറുത്തല്ല, ചക്ക വറുത്തതാ. നേരെ എന്തായാലും ചക്ക വറുത്തത് ഇപ്പോഴും നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. താങ്ക് യു ചിറ്റ ഇങ്ങോട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് പിന്നെ നമ്മൾക്ക് ഒറഗാനോ സീസണിങ്. ഇത് നാട്ടിലെ സീസണിങ് കുറച്ച് നല്ല വ്യത്യാസമുണ്ട്, ഇവിടുത്തെ പോലെ അല്ല. പിന്നെ അമ്പഴങ്ങ ഉപ്പിലിട്ടത്, ഇത് വാങ്ങിയതാട്ടോ. കാരണം അമ്പഴങ്ങ ഒന്നും കിട്ടാനില്ല ഇപ്പം. പിന്നെ പപ്പടം, നാട്ടിലെ പപ്പടമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പപ്പടം കൊണ്ടുവരുന്നത് ഒരു ശീലമായതുകൊണ്ട് ഇത്തവണയും കുറച്ച് പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിലെ കുറച്ച് മിഠായികളാണ്. പിന്നെ കപ്സ മസാല ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ ഒന്നും തിരഞ്ഞിട്ട് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമായിരിക്കും ഏതെങ്കിലുമൊക്കെ കടയിൽ. പക്ഷേ ഇത് കപ്സ മസാലയും അതുപോലെ മന്തിയുടെ മസാല ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് എന്തായാലും കൊറിയർ വരുമ്പോൾ ഇതും കൂടിയിട്ടൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ താമര വറ്റൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ജാനൂട്ടിൻ്റെ, വിക്കിൻ്റെ, ഏട്ടൻ്റെ എല്ലാം ഡ്രസ്സുകളാണ്. പിന്നെ നമുക്ക് ഓണത്തിന് ഇടാനുള്ളതും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇടണ്ടേ ഇന്ത്യൻ ഡ്രസ്സുകളാണ്. സമ്മറിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ജാക്കറ്റാണ്. ജാക്കറ്റ് പോലുള്ള സാധനം ഫുള്ളി കവറായിട്ടുണ്ടാവും. സ്കിൻ ഇച്ചിരി കൂടുതൽ സൺ സെൻസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഇതാകുമ്പോൾ പുറത്ത് പോകുമ്പോൾ ഫുള്ളി കവറാവും. വിത്ത് ക്യാപ്പുണ്ട് ഹുഡിയിൽ. അതുപോലെ തന്നെ ഫേസും ഇങ്ങനെ കവറാവും കേട്ടോ. ഇത് നാട്ടിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷെ ഞാനിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻ്റലി കണ്ടതാണ്. അപ്പോൾ തോന്നി നല്ലൊരു സംഭവമായിരിക്കും എന്ന് വെച്ച് അങ്ങനെ എടുത്താൽ. അങ്ങനെ നമ്മുടെ പെട്ടി കാലിയായിട്ടുണ്ട്. ഇതൊക്കെയാണ് സാധനങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്രസ്സൊക്കെ കാണണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം.
യുണൈറ്റഡ് എസ് ആർ ലോജിസ്റ്റിക് ഇപ്പം തിരുവല്ലയിലും അതുപോലെ തന്നെ അങ്കമാലിയിലുമാണ് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം. പിന്നെ നിങ്ങൾക്ക് നാട്ടിലാരും ഇല്ല അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവർക്ക് അയച്ചാൽ മതിയെങ്കിൽ ഇങ്ങനെ ഷോപ്പ് ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്യും. ഇല്ലെന്ന് വെച്ചാൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരിട്ട് ഷോപ്പ് ചെയ്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ കസ്റ്റം ടാക്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരുപാട് പേര് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു പെട്ടിക്കും വന്നിട്ടില്ല. ഇതുവരെ മുൻപ് വന്നിട്ടുള്ള ഒരു പെട്ടിക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. DHL ആണ് ഞങ്ങൾക്ക് ഈ ഒരു സംഭവം എത്തിയത്. ചിലപ്പോൾ ഓരോ കൊറിയർ സർവീസ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട്സും എല്ലാം. അപ്പോൾ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇവിടെ വരെ കണ്ടതിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.